ഇടുക്കി വാളാടി എസ്റ്റേറ്റിൽ പുലിയിറങ്ങി മേയാൻ വിട്ട ആടിനെ പുലി പിടിച്ചു. സുബ്രഹ്മണ്യൻ എന്ന ആളുടെ ആടിനെയാണ് പുലി കൊന്നത്. പ്രദേശത്ത് വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. സിജോ വർഗീസ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. സിജോ, ഈ പ്രദേശം നേരത്തെയും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലമാണോ? എപ്പോഴായിരുന്നു സംഭവം? അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു പുലിക്കായുള്ള തെരച്ചിൽ? ഇടുക്കി വാളാടി എസ്റ്റേറ്റിലാണ് പുലി ഇറങ്ങിയത്. മേയാൻ വിട്ട ആടിനെ പുലി പിടിച്ചു. സുബ്രഹ്മണ്യൻ എന്ന ആടിനെയാണ് പുലി പിടിച്ചത്. ഇപ്പോൾ പ്രദേശത്ത് പുലിക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ക്യാമറയടക്കം വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. സിജോ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സിജോ, ഈ വാളാടി എസ്റ്റേറ്റ് നേരത്തെയും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലമാണോ? ഇപ്പോൾ പുലിക്കായി ഏത് രീതിയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു? എപ്പോഴായിരുന്നു സംഭവം? സ്നേഹ, കഴിഞ്ഞ ദിവസം മേയാൻ വിട്ട ആടിനെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇന്ന് പുലർച്ചെ ആടിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് വനംവകുപ്പ് ഈ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിലെ വനാതിർത്തി മേഖലകളിൽ വാളാടി ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പുലിയുടെയും കടുവയുടെയും എല്ലാം സാന്നിധ്യം മുമ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ക്യാമറകൾ സ്ഥാപിക്കുകയും നിരീക്ഷണം നടത്തുകയും കൂടുകൾ വരെ സ്ഥാപിക്കുകയും ചെയ്ത ഇടങ്ങൾ ആണ് പലയിടങ്ങളും. പക്ഷേ ഇത്തരത്തിൽ പുലിയെ ഒന്നും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടുകൂടി വലിയൊരു ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ജനജീവിതത്തിന് സുരക്ഷ ഒരുക്കണമെന്നാണ് ഈ കാലങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ആവശ്യം. ശരി, ഇടുക്കി വാളാടി എസ്റ്റേറ്റിലാണ് പുലി ഇറങ്ങിയത്. പുലിക്കായി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് വനം വകുപ്പ്. അവിടെ ഒരാളുടെ ആടിനെ പുലി കൊന്നിരിക്കുകയാണ്. സിജോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.